രാവിലെ എണീറ്റിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നമുക്ക് പനി ചുമയൊക്കെ ഇങ്ങനെ മാറി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് അമ്മയുടെ നൈറ്റി കേട്ടോ, അമ്മയുടെ പഴയ പണ്ടത്തെ ഒരു നൈറ്റി. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ നൈറ്റി ഇടാൻ നല്ല സുഖമുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നൈറ്റ് എടുത്തിട്ടതാണ്. അപ്പം നമ്മൾ രാവിലത്തെ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും. പണ്ട് ഇത്രയും ഞാൻ പറഞ്ഞുതരാം. ഇതാണ് രാവിലത്തെ ഒരു വ്യൂ പറയണത്. സൂര്യൻ അവിടെ ഉദിച്ച് വരികയാണ്. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. പണ്ട് ഇത്രയും മരങ്ങളില്ലാത്തത് കൊണ്ടേ പാടത്തൊക്കെ, ആ കാണുന്നതാണ് പാടം, അവിടെയൊക്കെ നന്നായിട്ട് മഞ്ഞ് വരുന്നതൊക്കെ കാണാൻ പറ്റുമായിരുന്നു. അപ്പം അതൊന്നും കാണാൻ പറ്റണില്ല. അവിടെയാണ് ആ ഗോപുരം കാണാനില്ലേ, അവിടെയാണ് അമ്പലം. ഗോപുരമല്ല, രാധ കാണാനില്ലേ, അവിടെയാണ് കേട്ടോ അമ്പലം. ഇത് നമ്മുടെ ഷെഡ്. മുത്തശ്ശി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് താഴത്തേക്ക് ഒന്ന് പോയി നോക്കാം, അവിടെ എന്താ പരിപാടി നോക്കാം. ഇന്ന് മുത്തശ്ശി ചപ്പാത്തി കഴിക്കാൻ ആഗ്രഹമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്ന് അമ്മേ ചപ്പാത്തി ഉണ്ടാക്കിയാലോ. ഇതെൻ്റെ ബ്ലാങ്കറ്റ് ആട്ടോ. മുത്തശ്ശി ഇപ്പോൾ മാളുമൊക്കെ പോയതുകൊണ്ടേ അവിടെ കിടക്കലില്ല, ഇവിടെ കിടക്കാറുള്ളൂ രാത്രി. എന്നിട്ട് രാത്രി അവിടെ പോയി കിടക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ, ഞാനിപ്പോൾ ഇവിടെ കിടക്കാറില്ല. അപ്പോൾ ഞാൻ താഴത്തേക്ക് പോയി നോക്കട്ടെ. പില്ലോയും അതേപോലെ ബ്ലാങ്കറ്റും കൊണ്ട് നടക്കും രാവിലെ. എന്നിട്ട് താഴെ ഇറങ്ങി വന്ന് രാവിലെ ആരാ കാണുന്നത് നോക്കട്ടെ. ഇവിടെ ഒന്നും ലേറ്റൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അമ്മ രാവിലെ വ്ളോഗ് എടുക്കാൻ വരികയാണോ ചോദിച്ചിട്ട് മുത്തശ്ശി ഓടി. അതാ മുത്തശ്ശി ഉരുളക്കിഴങ്ങ് കൊണ്ട് വന്ന ആളായിരുന്നു അമ്മ. മുത്തശ്ശി ഓടി. അമ്മ അതാ പറയാതെ വരികയാണോ ചോദിച്ചിട്ട് വന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിതാ രാവിലെ ആയി. ഇനി അടുത്ത കിച്ചണിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇപ്പം എല്ലാവരും പല്ലൊക്കെ തേച്ച് വേഗം ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കുകയാണ്. നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കണത്. അതെ, ചപ്പാത്തിയും ബജിക്കറി. അതെ, ബാജി എന്ന് പറയുമ്പോൾ കറി പറയണ്ട അല്ലേ? അങ്ങനെ ഒരു കമന്റ് കണ്ടിരുന്നു പണ്ട്. ബാജി എന്ന് പറഞ്ഞാൽ തന്നെ കറിയാന്ന് അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പൂരിക്കൊക്കെ ഉണ്ടാക്കണ കൂട്ടാൻ. പിന്നെ ഇവിടെ 2 ടൈപ്പിലും ഉണ്ടാക്കലുണ്ട്. പിന്നെ മസാല ഇടലുണ്ട് അതില്, മസാലപ്പൊടി. പിന്നെ പട്ടാണി ഇട്ടിട്ടും ഉണ്ടാക്കും. അതെ, പുതിനയില മല്ലിച്ചപ്പൊക്കെ ഇട്ട്. നമ്മളിന്ന് നോർമൽ മസാല ഇല്ലാതെ, മുത്തശ്ശിക്കും അതാണ് ഇഷ്ടം, മഞ്ഞക്കൂട്ടാൻ. അതെ, നമ്മൾ മഞ്ഞക്കൂട്ടാന്നാ പറയല്ലോ കേട്ടോ, നമുക്കത് പറയാൻ എളുപ്പം. അപ്പൊ മുത്തശ്ശി ഇവിടെ കിഴങ്ങൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വലിയൊരു പടുകൂറ്റം കിഴങ്ങ് ഞാൻ കണ്ടു മുത്തശ്ശിയുടെ. മുത്തശ്ശി കിഴങ്ങ് വേവിച്ച സമയത്ത് ഇനിയിപ്പോൾ ഇത് അരിഞ്ഞു കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് വേവിക്കും. മീൻ വണ്ടി നമുക്കൊരു കാര്യമില്ല, നല്ല വണ്ടി പോകുമ്പോൾ പറയാ. അത് രാവിലെ ഈ സമയത്ത് എന്നും പോകും. അതെ, ഞാൻ മുകളിൽ നിന്ന് വന്ന അതേ പില്ലോ ബ്ലാങ്കറ്റ് ഇത് റൂമിൽ കൊണ്ടിടണം. അപ്പം ഇന്ന് അമ്മുവാണ് അടുക്കളയിൽ. അപ്പോൾ അമ്മ ചപ്പാത്തിക്കൊക്കെ പരത്തിയിട്ടുണ്ട് കേട്ടോ. അല്ല, പരത്തല്ലോ, കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്തോ ഉഴുന്നുപരിപ്പ് കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഉഴുന്നുപരിപ്പ് ഇടുക. അമ്മ അറിയാം അങ്ങനെയല്ല. ഞാൻ ആദ്യം കടുകിടും, അത് പൊട്ടി തുടങ്ങുമ്പോൾ ഉഴുന്നുപരിപ്പിടും. കണ്ടോ, കടുക് വേഗം പൊട്ടുപോയി കണ്ടോ. പക്ഷെ ഉഴുന്നുപരിപ്പ് ആവാൻ സമയം എടുക്കും. അപ്പം അതുകൊണ്ട് ആദ്യം നമ്മൾ ഉഴുന്നുപരിപ്പ് ഇടണം. പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ മുത്തശ്ശി നേരത്തെ വേവിച്ചോണ്ടേ. നിങ്ങൾക്ക് ചപ്പാത്തിക്ക് അങ്ങനത്തെ കറിയാണ് ഇഷ്ടം എന്ന് പറയും കേട്ടോ. ഇത് അതിലേക്ക് കൊട്ടുകായി. കൊട്ടട്ടമ്മേ? കൊട്ടിക്കോളൂ, നല്ല ഇളക്കി കൊടുത്തോളൂ. ഓക്കെ, നമ്മുടെ ബാജി രണ്ടാളും പറഞ്ഞു ബാജിക്കറി റെഡി.
ആ മുത്തശ്ശി അമ്പലത്തിൽ പോവാ അമ്പലത്തിൽ വന്ന് തീരുമാനാവുന്നേ ആ മംഗല്യ പൂജയ്ക്ക് സബ്സ്ക്രൈബർ പ്രകീർച്ച ചേച്ചി ആ ഞാൻ പറയണ്ടായില്ലേ ആ അതെ മുക്കം മോള് ഒരു 9 മണിയൊക്കെ എത്തുന്നാ പറഞ്ഞത്. അപ്പൊ ഒരു സാധനം മുമ്പ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ആ അത് കൊടുക്കുമ്പോൾ അവര് കാണും ചെയ്യാലോ. ആ അതെ അതെ. പക്ഷെ ഇന്ന് ഈ വീഡിയോയിൽ കാണുമ്പോൾ മുത്തശ്ശിക്ക് ക്ഷീണം ഒന്ന് പോയെണ്ണു. അത് കുളി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കുറച്ച് ആ ഇതാ അവിടെയൊക്കെ ഒന്നൊരു തുടിപ്പെത്തിയെണ്ണു. വീഡിയോയിൽ ശരിക്കും ഒരു ഇതായിരുന്നു ഇപ്പോൾ. അപ്പോൾ അതാ കടുമാങ്ങ, ചേച്ചിക്ക് കടുമാങ്ങ വെക്കണം. പിന്നെ എണ്ണ ഉണ്ട്. അപ്പോൾ അതാ നമ്മൾ കാപ്പി ഉണ്ടാക്കാൻ പോവാണ്. ബ്രൂ കോഫി. അതെ, ഒരു 3 സ്പൂൺ ആണ് അമ്മ പറയല്. ചെക്ക് ഇത്ര ആവശ്യമൊന്നുമില്ല, അമ്മയാണ് 3 സ്പൂൺ പറയണ ആള്. 3 സ്പൂൺ ഇട്ടു. അതിൽ നിറച്ചും വേണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ 3 എടുക്കണേ. അതെ. ഇനി നമ്മൾ വെള്ളം നമുക്ക് പാല് വെക്കാനുണ്ട്. കുറച്ച് പാല്. അപ്പൊ കാപ്പി ഇനി നമുക്ക് ചപ്പാത്തി പരത്താനാണുള്ളത്. അപ്പൊ അതും കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അച്ഛനോട് പരത്താൻ പറ്റുമോ ചോദിച്ചു നോക്കാം. അതെ, എന്താ അച്ഛന് വേഗം പരത്താൻ വെക്കും, നല്ല റൗണ്ടിൽ പരത്തും. അതെ. അപ്പൊ നമ്മൾ എന്നാ പിന്നെ ദോശക്കല്ല് അച്ഛൻ പറയണേ അതെ അതെ അച്ഛൻ. അതെ, അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട്. കാണിക്കാമേ. അച്ഛൻ ബിസ്ക്കറ്റ് കഴിക്കുക, എന്തോ കഴിക്കാണ്. ഞാൻ കാണിച്ചത് അച്ഛൻ ഒളിഞ്ഞിരുന്നാണ് ബിസ്ക്കറ്റ് കഴിക്കണേ. ആ ചപ്പാത്തി പരത്തി തരൂ എന്നാ പെട്ടെന്ന്. അല്ലേ 10:30 ബ്രേക്ക്ഫാസ്റ്റ് അത്രേ ഉള്ളൂ കുഴപ്പം. 10:30 11 മണിയാവും. വേഗം പരത്താൻ വെക്കും. അച്ഛൻ ചെയ്ത് തരാറുണ്ട് കേട്ടോ. അതെ, 10:30 11 ആവുന്നേ ഉള്ളൂ. ആര്? ആ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് 15 മിനിറ്റിലപ്പുറമായി. ക്ഷീണവും റെസ്റ്റൊക്കെ കഴിഞ്ഞു. രാവിലെ എന്തോ കഴിക്കുകയാണ് കാര്യമായിട്ട്. അങ്ങനെ രാവിലെ ചപ്പാത്തി തന്നെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ തീരുമാനിച്ച് ചപ്പാത്തി അച്ഛൻ പരത്തി തരികയാണ് കേട്ടോ. അച്ഛന് നല്ല റൗണ്ടിൽ പരത്തി തരാൻ പറ്റും കേട്ടോ. അച്ഛനും നല്ല അമ്മയും നന്നായിട്ട് പരത്താറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് അമ്മയ്ക്ക് പറ്റാത്തത് കൊണ്ട് മാത്രം അച്ഛൻ ഇന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കയറി. ഇപ്പം നമ്മളിത് രാവിലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. ചപ്പാത്തി ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി കഴിച്ചവര് പറയുന്നു. നമുക്ക് രാവിലെയാണോ രാത്രിയാണോ കഴിക്കാൻ കൂടുതൽ ഇഷ്ടം, അതോടെ പറയും. അച്ഛൻ ഇങ്ങനെ ഓരോന്ന് ചുട്ടപ്പം പോലെ അച്ഛന്റെ ചപ്പാത്തി ഏതായാലും നല്ല ഉഷാറാട്ടോ. അതെ അല്ലേ, നല്ല റൗണ്ട് ഉണ്ട്, നല്ല വലിപ്പമുണ്ട്. അതെ. അപ്പൊ നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കി ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കുക. അപ്പൊ പിന്നെ കഴിക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവും. നിങ്ങൾക്ക് ഇന്ന് രാവിലെ എന്താണ് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് പറയും? നമുക്ക് ഇല്ലാത്ത എന്തെങ്കിലും പുതിയ സംഭവമാണെങ്കിൽ നമുക്ക് പരീക്ഷിക്കാമല്ലോ. അതെ അല്ലേ? മുത്തശ്ശി അമ്പലത്തിൽ നിന്ന് എത്തിയിട്ടില്ല. മുത്തശ്ശി അമ്പലത്തിൽ തുടങ്ങാൻ തീരുമാനത്താകുന്നല്ലേ. അതെ, ഇന്നത്തെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി ആ ചേച്ചീനെയും കണ്ട് എന്നിട്ടേ മുത്തശ്ശി വരുള്ളൂ. അതെ അതെ. അപ്പൊ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കാണിക്കാം അല്ലേ? അതെ. ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി. ക്യാമറ ഓൺ ആക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. പക്ഷെ അതൊന്നും അതിൽ റെക്കോർഡ് ആയിട്ടില്ല. അമ്മ അതിൻ്റെ ഇടയിൽ എന്തോ അമർത്തി. അപ്പൊ അത് ഇനി ഒന്നും കൂടെ ഞാൻ പറയാട്ടോ. ആയിക്കോട്ടെ, ഒന്നുകൂടെ പറഞ്ഞോളാം അമ്മു. ഉപ്പേരി ഒരു മെഴുക്ക് വരട്ടി അല്ല, അതെ എണ്ണ ഒഴിക്കണ്ട. അപ്പൊ അതുകൊണ്ട് മെഴുക്ക് വരട്ടി എന്ന് പറയാം. ഇത് നമ്മള് മമ്പയറൊക്കെ ഇട്ട് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനം കേട്ടോ. ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? അത് നല്ല ഇഷ്ടമാണ്. പിന്നെ അടുത്തത് നമ്മളെ പുളിവെള്ളം. മുത്തശ്ശി സ്പെഷ്യൽ. മുത്തശ്ശിയാണ് ഉണ്ടാക്കാറുണ്ട്, ഇപ്പൊ അമ്മുവാണ് ഉണ്ടാക്കണത്. അതെ, ഇത് നമ്മൾ ഉള്ളിയൊക്കെ വറുത്തതൊക്കെ കണ്ടിരുന്നു. അതില് നമ്മള് മുളക് വറുത്ത പുളി എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം ഇതായിപ്പോയി. എന്താ മുളകും ഉള്ളിയും കറിവേപ്പില കടുക് ഇതെല്ലാം കൂടെ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തതിന് ശേഷം നല്ലോണം ഒരു ബ്രൗൺ നിറാവണം ഉള്ളി. ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്ന അമ്മ എന്ത് പരിപാടി ചെയ്തത്? അമ്മ വീഡിയോ ഓണാക്കിയിട്ടാണ് ഞാൻ കൊടുത്തത്. അതിന്റെ ഇടയിൽ അമ്മ അത് ചെയ്തു. അപ്പൊ ഇനി നമുക്കെന്നാ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം കേട്ടോ. പിന്നെ എത്ര വെള്ളമായാലും അത് മതി, കുഴപ്പമില്ല. അമ്മൂന് നല്ല ഇഷ്ടല്ലേ ഇത്? ഇത് കുടിക്കാൻ. കുടിച്ചു കഴിഞ്ഞാൽ ഒരു 1.5 വയറിന് നല്ല സുഖ. എന്താ അറിയോ, നമുക്ക് ഇപ്പൊ ഒന്നാമത് നമുക്ക് വായക്ക് രുചിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ പുളിയൊക്കെ ആകുമ്പോ നല്ലൊരു ടേസ്റ്റ് ആണ്. അതുകൊണ്ടാണ്. ഈ വൈറൽ പനി മാറാൻ കുറച്ച് ടൈം എടുക്കും പറയും. അതെ. അമ്മ അച്ഛനെന്താ കാണിക്കണ പോയി നോക്കൂ. അച്ഛൻ എന്താ ചെയ്യണം നോക്കട്ടെ. അച്ഛൻ ചിലപ്പോ ഫോണ് നോക്കും. നോക്കട്ടെ.
ഊണ് കഴിക്കാറാവുകയായി കേട്ടോ ചേട്ടാ. ഊണ് കഴിക്കാറായി. അച്ഛൻ ഫോൺ നോക്കുക. നമ്മുടെ വിരല് വരുന്നുണ്ടോ അവിടെ? ആ, നമ്മള് ഇനി ട്രൈപോഡിലേക്ക് വെക്കും. ഇത് തിളച്ച് കഴിഞ്ഞായി. ഇവിടെ അച്ഛൻ ചുക്കുവെള്ളം വെച്ചത് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതാ അച്ഛന് നേരത്തെ പറഞ്ഞ അച്ഛനെ വെള്ളം വെക്കാം എന്തായാലും. എന്താ വെച്ചാ ആദ്യം നമ്മള് തണുത്ത വെള്ളമൊക്കെ തന്നെ കുടിച്ചിരുന്നു. അപ്പൊ ആർക്കും വയ്യല്ലോ, തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ. അപ്പൊ ചുക്കുവെള്ളം ഉണ്ടാക്കിയതാ. പിന്നെ ഇന്ന് മുത്തശ്ശീനൊന്ന് വൈകുന്നേരം മുത്തശ്ശീന്ന് വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 15 കാണിക്കണത് എന്ന് പറഞ്ഞു. 30 വേണത്ര ശരിക്കും. അതെ, മിനിമം 30 വേണമെന്നാണ് പറയാ. അപ്പൊ മുത്തശ്ശിനെയും കൊണ്ട് ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ പോണം വൈകുന്നേരം. ഇവിടെ ക്ലിനിക് തന്നെ ഹോസ്പിറ്റൽ. അന്ന് അമ്മ പോയ അവിടെ അതന്നെ, അവിടെ തന്നെയാണ്. അപ്പൊ നമ്മള് ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട്. വൈകുന്നേരം 5:30 വരാനാണ് പറഞ്ഞത്. 5 to 7 ഡോക്ടർ അവിടെ ഉള്ള സമയം. അങ്ങനെയൊക്കെ പറഞ്ഞു വിളിച്ചപ്പോ. അപ്പൊ നല്ലത് കഴിഞ്ഞതിന് ശേഷം മാമുണ്ണാം. ആ, ഇന്ന് രാവിലെ എനിക്ക് അത്ര വിശപ്പ് തോന്നില്ല, കുറച്ച് കഴിയട്ടെ. ആ, ചപ്പാത്തി കഴിച്ചില്ലേ. അപ്പൊ 2:30-3 മണിയൊക്കെ ആകുമ്പോ നല്ല വിശക്കുമ്പോ നമ്മള് ഫുഡ് കഴിക്കും. അതെ, ചപ്പാത്തി ആവുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മള് കഴിക്കേണ്ട സമയമായി 1-1:30 ആയില്ലേ. അതെ അതെ. കുറച്ച് ചുക്കുവെള്ളം നമുക്ക് ചൂടാറാൻ വെക്കാം അമ്മേ. എന്നാ പിന്നെ അത് ഇറക്കി കുടിക്കാലോ. അതെ, മറ്റതേ വെള്ളം കുടിക്കല് കമ്മിയപ്പോ. നമ്മളെ ചുക്കുവെള്ളപ്പൊടി അച്ഛൻ നല്ല ചുക്കുവെള്ളപ്പൊടി ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെ, കട്ട് ചെയ്ത് കൊടുക്കണം.